അമേരിക്ക, US, ഇസ്രയേൽ ഒരു ഭാഗത്ത്, ഇറാൻ മറുഭാഗത്ത് ആയിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ US വീമ്പിളക്കുന്നുണ്ട്, അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവരുടെ ആയുധ ശേഖരം, മിസൈൽ ശേഖരം മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. മിസൈൽ ശേഖരം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മിസൈൽ വിടുന്നവർ? അത് ആദ്യം ആലോചിക്കണ്ടേ. അപ്പോൾ ഏതായാലും ശരി, ഈ നരനായാട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുകൂട്ടത്തൊന്നും. അപ്പോൾ ഇതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറാന് ഡയറക്റ്റായിട്ട് അമേരിക്കയെ കയറി അറ്റാക്ക് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല, അവിടെ വരെയുള്ള അയക്കാനുള്ള മിസൈലൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇറാൻ ചെയ്യുന്നത് എന്താണ്? അവരുടെ അലൈസ്, അതായത് അമേരിക്കയുടെ ആളുകൾ എവിടെ ഉണ്ടോ അവിടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് ഒരിക്കലും നമുക്കതിന് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇറാൻ പറയുന്നത് അമേരിക്കയുടെ വ്യോമത്താവളങ്ങളോ അമേരിക്കൻ നാവികത്താവളങ്ങളോ ഏത് രാജ്യത്തുണ്ടെങ്കിലും അവിടെ എല്ലാം അത് അമേരിക്കയുടെ മണ്ണായിട്ട് ഇറാൻ കണക്കാക്കിയിട്ട് അവിടെ ആക്രമിക്കും. പിന്നെ ഈ മാത്രമല്ല നോക്കി തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ബഹ്റൈനിലെ ക്രൗൺ ഹോട്ടലിലേക്ക് ഡ്രോൺ അയച്ച് അവിടെ അവിടെ തീ പിടിച്ചു. അപ്പോൾ അതിന് മിസൈൽ അറ്റാക്ക് നടത്തി. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവിടെ US സിറ്റിസൺസാണ് അതിൽ താമസിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് അമേരിക്കക്കാർ. ഇന്നിപ്പോൾ വാർത്ത ബ്രേക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ചാനലുകളും. കുവൈറ്റ് തന്നെ സ്ഥിരീകരിച്ചു, നിരവധി അമേരിക്കൻ വിമാനങ്ങൾ അവിടെ തകർന്നു വീണതായിട്ട്. എങ്ങനെ തകർന്നു വീഴും? ചുമ്മാ തകർന്നു വീഴത്തില്ലല്ലോ, അത് ഇവരുടെ അറ്റാക്കാണ്. അപ്പോൾ ഇത് അത്ര എളുപ്പമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകളുടെ ശക്തി പലപ്പോഴും കുറച്ച് കാണിക്കും. വീമ്പിളക്കുക എന്നുള്ളത് യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ അമേരിക്ക വീമ്പിളക്കും, ഇവിടെ ഇറാനിലെ എല്ലാ ആളുകളെയും കൊന്നാൽ പിന്നെ അവിടെ ആരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതുപോലെ അറ്റാക്കൊക്കെ നടത്തുന്നത്? അതുപോലെ തന്നെ ഇസ്രായേൽ വിളിച്ചു പറയും അവിടെ എല്ലാം മുഴുവൻ നശിപ്പിച്ചു, എല്ലാം റെഡിയാക്കി ടെഹ്റാൻ മുഴുവൻ നിരത്തിയപ്പോൾ അതേപോലെ ടെല്ലവീവ് നിരത്തിയിട്ടുണ്ട്. ജെറുസലേമിൽ ഇന്നലെ മിസൈൽ അറ്റാക്ക് ഉണ്ടല്ലോ നടത്തിയത്, 500 കിലോ ഉള്ള ഒരു ബോംബാണ് വാർഹെഡായിട്ട് അയച്ചേക്കുന്നത്. അതിനകത്ത് അത് അവിടെ ജെറുസലേമിലെ അവരുടെ അയൺ ഡോം തകർത്ത് അവിടെ അതിന് ശേഷം അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ട് അന്നേരം അതിൽ തന്നെ മരിച്ചേക്കുന്ന 9 പേരാണ്. 9 ഇസ്രായേലുകാരായാലും ആരും മനുഷ്യരാണല്ലോ, ആരായാലും ഈ മനുഷ്യക്കുരുതിയാണ്. പിന്നെ അതിന് നമുക്ക് ഇറാനെ കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ചുമ്മാ ഇരുന്ന് ഇറാനെ കയറി അടിച്ചിട്ടാണ് അവർ ചൊറിഞ്ഞിട്ടാണ് അവർ തിരിച്ചടിക്കുന്നത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇനിയിപ്പോൾ ഏത് ചർച്ച നടക്കാൻ പോകുന്നോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. എന്തൊക്കെയായാലും ശരി, ലോകത്ത് ഒരുപാട് സ്ഥലത്തു നിന്നും ഈ ഖൊമേനിയുടെ വധത്തിൽ വലിയ പ്രതിഷേധം വരികയാണ്. പാകിസ്ഥാനിൽ അമേരിക്കൻ എംബസി, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അടുപ്പത്തിലായിരുന്നു. പാകിസ്ഥാനിലെ മിലിറ്ററി ചീഫിനെയൊക്കെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചുകൊണ്ട് പോയി ചാപ്പാടുമൊക്കെ കൊടുത്ത് വളരെ കാര്യമായിട്ട് ഒക്കെ ഇരുത്തി എല്ലാം റെഡിയാക്കി അയാൾ വലിയ ആളാണെന്നും ഒക്കെ പറഞ്ഞ് വലിയ ബഹുമതികളും ഒക്കെ കൊടുത്തതാണ്. അപ്പോൾ അത് അവിടെ സംഭവിച്ച എന്താ? അമേരിക്കൻ എംബസിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ മൊത്തം വിരച്ചങ്ങ് കയറിയിട്ട് അവസാനം അവിടെ നോക്കിയപ്പോൾ പാകിസ്ഥാനി പോലീസൊന്നും അവരെ തടയാനൊന്നും പോയില്ല. നമുക്ക് കാണാം അവരെ ജനലൊക്കെ ഇടിച്ച് പൊട്ടിക്കുമ്പോഴും ഒക്കെ പാകിസ്ഥാനിലെ പോലീസുകാരോ പട്ടാളക്കാരോ ഒന്നും അവരെ നേരിടാൻ ആരും വെളിയിലില്ല. നേരെ മറിച്ച് എംബസിക്കകത്തുണ്ടായിരുന്ന അമേരിക്കൻ അവരുടെ ഈ ഗാർഡ്സ് ഉണ്ടല്ലോ, അവരെ നോക്കാൻ വന്നേക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സാണ് വെടിവെച്ചത്. ആ വെടിവെപ്പിൽ അമേരിക്ക പറയുന്ന 9 പേര് പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടെന്നാണ്. പക്ഷേ 22 30 പറയുന്ന കണക്കുകളാണ്. 30 ലോക്കൽ ചാനലുകളൊക്കെ 30 പറയുന്നു. ബാക്കി ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ പറഞ്ഞേക്കുന്ന 22 പേര് അതിൽ കൊല്ലപ്പെട്ടെന്നുള്ളതാണ് ആ വെടിവെപ്പിൽ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ കോൺസുലേറ്റിലേക്ക് അതിക്രമിച്ച് കയറാൻ അവകാശമില്ല. അത് തെറ്റാണ്. ഒരു കോൺസുലേറ്റിന് കൊടുക്കേണ്ട സംരക്ഷണം എന്ന് പറയുന്നത്, സുരക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനകത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്.
ആ അവിടുത്തെ അതായത് ബാരിക്കേഡുകളെല്ലാം തകർത്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം അവിടെ കയറിയത്. വളരെ വലിയ അപകടമായിരുന്നു തന്നെ ആളുകളെ കൈ കിട്ടിയിരുന്നെങ്കിൽ. അതൊന്നും വന്നില്ല. അതല്ലാതെ തന്നെ അവർ കൈകാര്യം ചെയ്തു, രക്ഷപ്പെടുത്തി. അതിനകത്ത് അമേരിക്ക അവരുടെ അനിഷ്ടം വെളിപ്പെടുത്തിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പാകിസ്ഥാനിലെ കാര്യം. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഷിയാക്കൾ, അതായത് ഹൈദരാബാദിലും ഒക്കെ അവരൊക്കെ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും മെഴുകുതിരി കത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. ഇറാനിൽ അവർ ഖൊമേനിക്ക്, യഥാർത്ഥത്തിലായിട്ടുള്ള ഖൊമേനിക്ക് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ എതിർപ്പുകളെല്ലാം മുങ്ങിപ്പോയി. കാരണം ഈ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഈ കാലമാണ് ആക്രമിക്കാനായിട്ട് കണ്ടേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ റംസാൻ മാസം, റമദാൻ. ആ റമദാനിൽ തന്നെ ഈ ആക്രമണം നടത്താൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്ടലാക്കോട് കൂടിയാണ്. ഒന്നാമത് ഈ ആളുകൾ ഫാസ്റ്റിംഗ് ആണ്, പട്ടിണി ഇരിക്കുന്ന സമയമാണ്. അവർ ഒന്നും കാണത്തില്ല, ആഹാരം കഴിക്കത്തില്ല, അന്നപാനീയങ്ങളെല്ലാം വെടിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ശക്തിയൊക്കെ കുറവാണ്, ക്ഷയിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു സമയം നോക്കിയാണ് ഇവരെ തോൽപ്പിക്കാൻ ഇറങ്ങിയത്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരിങ്ങനെ തീയിൽ കുരുത്തവരാണ്, അവർ വെയിലത്ത് വാടത്തില്ല. അതാണ് കാര്യം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇതേപോലെ അവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ UAE വളരെ വലിയ അറ്റാക്ക് നടത്തി. ബഹ്റിനിൽ ഇപ്പോൾ ഹോട്ടലുകൾ US ഒഴിയണം എന്ന് പറഞ്ഞേക്കുകയാണ്. കാരണം അമേരിക്കൻകാർ ഹോട്ടലുകൾ ഒഴിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഹോട്ടലുകളിൽ അമേരിക്കക്കാരുണ്ടെങ്കിൽ അത് തകർത്തിരിക്കും. അത് തന്നെ കാര്യം. കുവൈറ്റിൽ നിരവധി US വിമാനങ്ങൾ എങ്ങനെ തകർന്നു വീണു. അപ്പോൾ അത് വെറുതെ ഒന്നുമല്ലല്ലോ. അതേപോലെയാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. കുവൈറ്റിൽ തന്നെ അല്ലാതെ ഇതുപോലെ ധാരാളം ആക്രമണം നടത്തി. വേൾഡിലെ, അതായത് ലോകത്തുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ലോകത്തിന് ഓയിൽ പ്രൈസ് കൂടും. അതുകൂടാതെ വ്യോമയാന ഗതാഗതം മുഴുവൻ തകർന്ന് തകരാറിലായി. അതിനി ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് ഇത് എടുക്കണമെങ്കിൽ, ഇത് തീർന്നാൽ പോലും എത്ര നാളെടുക്കുമെന്നറിയാം. വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് യാത്ര. ആ വിമാന കമ്പനികൾക്കെല്ലാം വലിയ നഷ്ടം വരും. കാരണം ആളുകളുടെ ടിക്കറ്റ് എല്ലാം അതിനി മാറ്റിക്കൊടുക്കണ്ടേ മുഴുവൻ. കാരണം ഫ്ലൈറ്റ് ഇല്ലാതെ വന്നു, അത് അവരുടെ ബാധ്യതയാണ്. വേറെ ടിക്കറ്റ് കൊടുക്കണം. അതുപോലെ വലിയ ബുദ്ധിമുട്ട് വന്നു. ആളുകൾക്ക് എങ്ങോട്ടും സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു ഗതികേട്ടിലേക്ക് വന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാനുള്ളായിരുന്ന കാര്യം അത് യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി. അത് ആയത്തുള്ള അലി ഖൊമേനിയെ കൊന്നതുകൊണ്ട് മാത്രം, വധിച്ചതുകൊണ്ട് ഈ യുദ്ധം നിൽക്കുമെന്നുള്ള ധാരണയുണ്ടോ? അതൊന്നും അവിടെ പ്രശ്നമല്ല ഇറാൻകാർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരാളെ കണ്ടുകൊണ്ടൊന്നും അല്ല അവർ നടക്കുന്നത്. എത്രയോ ഇറാഖുമായിട്ട് 10 വർഷം യുദ്ധം ചെയ്തവരാണ്. അനങ്ങാതിരിക്കും, എന്നിട്ട് കയറി അടിക്കും. കഴിഞ്ഞ തവണ 12 ദിവസം ആയപ്പോഴത്തേക്ക് ഇറാന് വലിയ കോയ്മ കിട്ടി. ആ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഒരുപാട് ഭാഗങ്ങളെ തകർക്കാൻ പറ്റി. ഇസ്രായേലിൽ ഈ നെതന്യാഹുവിനാണ് ആവശ്യം, അയാൾക്ക് യുദ്ധം ചെയ്തേ പറ്റൂ, അല്ലാതെ അയാൾക്ക് നിലനിൽപ്പില്ല. അതാണ് കാര്യം. ഏതായാലും ശരി, വളരെ ദ്രോഹമാണ് ചെയ്യുന്നത്. അത് ഏത് ഭാഗത്തായാലും മനുഷ്യരാണ് മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. അതുപോലെ നിരപരാധികളായ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. ഇവർ ചെയ്യുന്നതും കണ്ണടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന, കാടടച്ച് വെടിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത്, സൈപ്രസിൽ വരെ അറ്റാക്ക് നടത്തി അവർ. അതായത് ബ്രിട്ടീഷ് ക്യാമ്പുകൾ അവിടെ ഉണ്ട്. സൈപ്രസിന് സ്വാതന്ത്ര്യം കൊടുത്തെങ്കിലും 2 ഭാഗങ്ങൾ ബ്രിട്ടൻ കൈവശം വെച്ചേക്കാണ്. അവരവരുടെ താവളമാണ്, സേനാ താവളമാണ്. അവിടെയൊക്കെ അറ്റാക്ക് ചെയ്തേക്കാണ്. കാരണം ബ്രിട്ടൻ പറഞ്ഞല്ലോ, ബ്രിട്ടൻ ഈ യുദ്ധത്തിൽ പങ്കുചേരുകയാണ്, ഇറാനെതിരെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊടുത്തു. അതുപോലെ ആര് പറയുന്നെന്ന് ഇവർ നോക്കിയിരിക്കുകയാണ്. അവിടെ എവിടെ ആയാലും അവർ അറ്റാക്ക് ചെയ്തിരിക്കും. ആ രീതിയിലാണ് അവരുടെ പോക്ക്. മിസൈൽ രംഗത്ത് അവർ ഈ ഭീമന്മാരാണ്, അതികായന്മാരാണ്. അവരുടെ കയ്യിൽ അതുപോലെ വളരെ ആധുനികമായിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യയുണ്ട്. മിസൈലുകൾ ധാരാളമുണ്ട്. ഇതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഇത്രയും നേരമായി ഈ ആക്രമണം കാണാൻ നിർത്തുന്നുണ്ടോ അവർ? ഇല്ല. 10 വർഷം, ഞാൻ പറഞ്ഞില്ലേ, 10 വർഷം യുദ്ധം ചെയ്തതാണ്.
ഇവിടാണ് നമ്മൾ ആയത്തുള്ള അലി ഖൊമേനി പറഞ്ഞ വാചകം ഓർക്കേണ്ടത്. ഈ മരിക്കുന്നതിനൊക്കെ മുമ്പ്, യുദ്ധത്തിന് മുമ്പ് പറഞ്ഞത്, യുദ്ധം തുടങ്ങുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ എപ്പോൾ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതാണ് നടക്കാൻ പോകുന്നത്. ഇവർ തീരുമാനിക്കണം എപ്പോൾ നിർത്തണമെന്നിനി. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടെ മുഴുവൻ നഷ്ടങ്ങളായി. അവരുടെ ആ ടെഹ്റാൻ എന്ന് പറയുന്ന ആ പട്ടണം മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ചെയ്തു കഴിഞ്ഞു. അതിന് പകരമായിട്ട് അവർ ചെയ്യുന്നത് ടെല്ലവീവിലും അതുപോലെ തന്നെ ജെറുസലേമിലുമാണ്. അവിടെ അങ്ങ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ജനങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കിയോളൂ. ഇസ്രായേലിലെ ജനങ്ങളുടെ കാര്യം. അവർ വളരെ ബുദ്ധിമുട്ടാണ്. ബങ്കറുകളിലാണ് കഴിയുന്നത്. ഇന്നുള്ള ഏറ്റവും ഉണ്ടായ പിന്നൊരു പുതിയ കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയിൽ ട്രംപിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ആ ജനങ്ങൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പട്ടാളക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്, ഇനിയും കുറച്ചുകൂടെയൊക്കെ ആളുകൾ മരിക്കേണ്ടതായിട്ട് വരും, ജീവൻ വെടിയേണ്ടതായിട്ട് വരും. അയാൾക്കിരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ട്രംപ് അല്ലല്ലോ ഇറങ്ങി യുദ്ധം ചെയ്യുന്നത്. ട്രംപിന് ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ പോരെ. അപ്പോൾ ട്രംപിൻ്റെ ജീവന് നാശമൊന്നും വരികയില്ല. പക്ഷേ ഈ പട്ടാളക്കാരുടെ ജീവനെന്ന് പറയുന്നത് അവർ മനുഷ്യരല്ലേ. അത് കുറേ പേര് ജീവൻ കളയേണ്ട. എന്തിന് ജീവൻ കളയേണ്ടത്? എന്തിന്? ഫോർ വാട്ട്? ട്രംപിൻ്റെ ഈഗോ, നേതന്യാഹുവിൻ്റെ നിലനിൽപ്പ്, അതിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. അല്ലാതെ ഇറാനെ തോൽപ്പിക്കാനൊന്നുമല്ല. പിന്നെ അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെ പ്രതിഷ്ഠിക്കാനും. അതൊന്നും നടക്കുന്ന കാര്യമല്ല, എളുപ്പമുള്ള കാര്യവുമല്ല. ഇറാനെ അങ്ങനെയൊന്നും തകർക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഒരു വലിയ രാജ്യമാണ്, അതുപോലെ ആയുധശേഷിയുള്ള രാജ്യമാണ്, സൈനിക ശേഷിയുള്ള രാജ്യമാണ്. അവരെ എളുപ്പമൊന്നും തറപറ്റിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ച് ട്രംപിന് ഇത് നിർത്തേണ്ട ഗതികേട് വരും. കാരണം സെനറ്റർമാരൊക്കെ ഇപ്പോൾ തന്നെ എതിരായി. അമേരിക്കയിലെ പ്രക്ഷോഭം കാരണം അവർ ബോധമുള്ള ആളുകളാണ് അമേരിക്കയിൽ താമസിക്കുന്നവർ, അമേരിക്കക്കാരെന്ന് പറയുന്നവർ. അവർ പറയും, അവർ ഹ്യൂമൻ റൈറ്റ്സിന് വില കൊടുക്കുന്നവരാണ്, മനുഷ്യാവകാശങ്ങൾക്ക്. അവർ നോക്കി നിരപരാധികളെ കൊന്നൊടുക്കുന്ന യുദ്ധം ആരുണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കും. അത് ഏതായാലും പ്രശ്നത്തിലേക്ക് പോവുകയാണ്.